എന്നാ പിന്നെ അമ്മ ഇറങ്ങട്ടെ മോളെ. അമ്മ പോവാണോ? പോകാതെ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് സങ്കടാവുന്നമ്മ. അതെല്ലാം മാറിക്കോളും. നീ ഇപ്പൊ ഇവിടെ വന്ന് കേറിയല്ലേ ഉള്ളൂ. പൊരുത്തപ്പെടാൻ ഇത്തിരി സമയമെടുക്കും. അത് കഴിയുമ്പോ നിനക്ക് പിന്നെ ഈ വീടും വീട്ടുകാരും മതിയെന്ന് തോന്നും. എന്നെയും നമ്മുടെ വീട്ടുകാരെയും നീ അങ്ങ് മറന്നു പോവും. ഒന്ന് പോയേ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ അമ്മയെ മറക്കാനോ? അമ്മ എന്ത് വർത്താനീ പറയുന്നേ? എനിക്കെന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ആഹാ, അപ്പൊ അഭിഷേകം? ആരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വലുതെന്റെ അമ്മ തന്നെയാ. അല്ലെങ്കിലും അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്കും നീ തന്നെയാ പ്രധാനം. അതുകൊണ്ടാ നാട്ടുനടപ്പല്ലെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞ് ഞാനും നിന്റെ ഒപ്പം ഇങ്ങോട്ട് പോകുന്നത്. വന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് നാളെ പോയാ പോരെ? അതൊരു മര്യാദയല്ല. ഇന്ന് ഞാനിവിടെ നിന്നാ അത് നാണക്കേടാ. ദേ, നീ വിഷമിക്കണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോളാം. ഇപ്പൊ ഞാനിവിടെ വന്നതേ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാന്. ഈ വീട്ടിൽ നിനക്ക് എത്രമാത്രം പ്രാധാന്യം ഈ വീട്ടുകാര് തരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. എന്നിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നി? എനിക്ക് തോന്നിയത് അവിടെ നിക്കട്ടെ. നിനക്കെന്ത് തോന്നി? ആഭരണങ്ങൾ പങ്കുവച്ചപ്പോ എനിക്ക് കിട്ടിയതിലെല്ലാം ഇത്തിരി പകിട്ട് കുറഞ്ഞിട്ടുണ്ടോന്ന് തോന്നി. അതിന് പകിട്ട് കുറവുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോ എല്ലാവരും തലയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ദേവികയാ. അത്രയ്ക്ക് സ്ഥാനം ഈ വീട്ടുകാരെ അവർക്ക് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിന്റേതായ അധികാരം അവർക്ക് കിട്ടുകയും ചെയ്യും. അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. അവളെ ഈ വീട്ടിൽ വളരാൻ അനുവദിക്കരുത്. അവക്ക് കിട്ടേണ്ട എല്ലാ അധികാരങ്ങളും സ്ഥാനവും നിനക്ക് കിട്ടണം. അത് നീ നേടിയെടുക്കണം. അമ്മ, ഞാൻ വിചാരിച്ച സാധിക്കണം. ദേവികയ്ക്കിട്ട് കുത്തുകൊടുക്കാൻ കിട്ടുന്ന ഓരോ അവസരവും നീ പാഴാക്കരുത്. ദേവികയെ മാത്രമല്ല, ഗോപികയും വെറുതെ വിടരുത്. രണ്ടിനെ ഇവിടുന്ന് ഈ വീട്ടിലുള്ളവരെ അടിച്ചു പുറത്താക്കണം. അതിന് വേണ്ട ബുദ്ധിയും കൗശലവും ഒക്കെ നീ ഇവിടെ പ്രയോഗിക്കണം. അതാ നിന്റെ കഴിവ്. ചേച്ചി, ഞാനിപ്പോ വരാവേ. അഭേട്ടനായിരുന്നോ? ഞാൻ പേടിച്ചുപോയി.
ചേച്ചി എങ്ങോട്ടെങ്കിലും പോ. എന്താ ചേച്ചി